നിങ്ങൾ കേരളത്തിലെ ഉദ്യോഗസ്ഥ മേഖലയിലെ ഏറ്റവും ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകളാണ്. നേരിട്ട് ഗസറ്റഡ് ഓഫീസർമാരായി പരീക്ഷ എഴുതി വന്നവർ, സീനിയോറിറ്റിയിൽ അത് പരീക്ഷ എഴുതിയും അല്ലാതെയും ഒക്കെ കിട്ടിയവർ എന്ന് പറഞ്ഞാൽ മഹത്തുക്കളാണ്. മഹത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വനിതാ രത്നങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പെണ്ണിൻ്റെ ഇടം തേടി അലയുകയാണെങ്കിൽ പിന്നെ ഇവിടെ കടപ്പുറത്തും അട്ടപ്പാടിയിലെ ആദിവാസി ഊരിലും വയനാട്ടിലെ ഇപ്പോഴും ഇലക്ട്രിസിറ്റി എന്തെന്നറിയാത്ത, നല്ല ഭക്ഷണം എന്തെന്നറിയാത്ത, നല്ല വസ്ത്രം എന്തെന്നറിയാത്ത, സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെ ഓമനിക്കണം, എങ്ങനെ പാല് കൊടുക്കണമെന്നറിയാത്ത, മഴയും വെയിലും കൊള്ളാതെ എങ്ങനെയാണ് ആധുനിക വീടുകളിൽ ജീവിക്കേണ്ടതെന്നറിയാത്ത, വീടില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല, വിവാദമാക്കരുത്, എങ്ങനെ ജീവിക്കണമെന്നറിയാത്ത ധാരാളം 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 സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്. നിങ്ങൾ അവർക്കൊക്കെ മുകളിലാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയമാണ്. കാരണം എന്നേക്കാൾ ജ്ഞാനവും ബോധവും കൂടിയവരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിരിക്കണം, ഇത് നാളെ കേട്ടതല്ലേ ഉള്ളൂ, ഇത് ഞാൻ ആ പഠിച്ച പുസ്തകത്തിലില്ലേ, ഇതാണോ കാര്യം? ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരും. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പൊട്ട് പൊട്ട് പോലെ വരും. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ആരാണെന്ന് അളക്കാതെ, അവരാരാണെന്ന് അറിയാതെ അവരോട് സംസാരിക്കുന്നത് മൗഢ്യമാണ്. അത് തെറ്റാണ്. ഒരു കോളേജിൽ പോയി കുട്ടികളോട് സംസാരിക്കുന്ന പോലെ അവരുടെ അമ്മമാരായ സംസ്ഥാനത്തെ ഭരണകേന്ദ്രം നയിക്കുന്ന നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമായിരിക്കും. ആ അർത്ഥത്തിൽ നോക്കിയാൽ എനിക്കൊന്നും പറയാനില്ല. കാരണത്തിലെ കേരളത്തിലെ ക്രീമായിട്ടുള്ള വ്യക്തികൾ, സ്ത്രീകൾ, ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ആളുകളാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കും ഒരിടം കണ്ടെത്തേണ്ട വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നേർചിത്രം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുമാനിക്കാം. വിദ്യാഭ്യാസം കൊണ്ട് സർവ്വതും നേടുമെങ്കിൽ, ഉദ്യോഗം കൊണ്ട് നമ്മൾ പരിപൂർണരാകുമെങ്കിൽ, സാമ്പത്തിക സ്വയം പര്യാപ്തത ഉണ്ടായിക്കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും മനുഷ്യനായ എല്ലാ വ്യക്തികൾക്കും എല്ലാമായി സ്വാതന്ത്ര്യം കിട്ടി, സമത്വം കിട്ടി, സ്വയം പര്യാപ്തതയുണ്ടായി, പിന്നെ ആ വ്യക്തികൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നൊക്കെയായിരുന്നു സങ്കല്പം. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്ന പെണ്ണിന് സാമ്പത്തിക സ്വയം പര്യാപ്തത ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് പെണ്ണിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം, പെണ്ണിന് സമ്പാദ്യം ഉണ്ടാകണം. പക്ഷെ ഒന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ, പെണ്ണിൻ്റെ പണം പെണ്ണ് തന്നെ കൈകാര്യം ചെയ്യണം എന്നതാരും പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ഇപ്പോഴും ഉണ്ട്. അധ്വാനിച്ചാലും ATM കാർഡ് സ്വന്തമായി കൈവയ്ക്കാൻ പറ്റാത്തവർ നമുക്കിടയിലുണ്ട്. ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി. നിങ്ങൾക്കറിയാവുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഒരാൾ ഉണ്ടാകും, നിങ്ങളോടൊപ്പം പഠിച്ച ഒരാൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ആ കഥ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ സാമ്പത്തിക സ്വയം പര്യാപ്തതയും കഴിഞ്ഞു, തൊഴിലിലേക്ക് ധാരാളം ആളുകൾ വന്നു. ഇന്ന് ഇടങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളേജുകൾ, നമ്മുടെ സ്കൂളുകൾ ഇപ്പം എങ്ങനെയാണ്? പണ്ട് കാലത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പെൺപള്ളിക്കൂടങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വനിതാ കോളേജൊക്കെ വരുന്നത്. കോട്ടയത്ത് അങ്ങനെ ഒരു കോളേജുണ്ട്. അങ്ങനെ പല സ്കൂളുകളും ഉണ്ട്, പെൺപള്ളിക്കൂടങ്ങളുണ്ടായി. അതിൻ്റെ അർത്ഥം ആൺകുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കാൻ, അന്യമതസ്ഥരോടൊപ്പം ഇരുന്ന് പഠിക്കാൻ പെൺകുട്ടികളെ പല ജാതി മതസ്ഥർ അനുവദിച്ചിരുന്നില്ല. ഞാൻ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറയുന്നില്ല, വിവാദം ഭയമാണ്, അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഭയമല്ല, സമയമില്ല അതിൻ്റെ പിറകിന് പോകാൻ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പെൺ എന്ന അർത്ഥം ചേർത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടിരുന്നതും അറിഞ്ഞിരുന്നതും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ സ്കൂളുകൾ എടുക്കൂ, കോളേജുകൾ എടുക്കൂ, അവിടെ അധ്യാപകരായിട്ടുള്ളവരെല്ലാം സ്ത്രീകളാണ്, അല്ലേ? പേരിന് ബ്രെഡിൻ്റെ പുറത്ത് നമ്മൾ ജാം വെക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ഓമയ്ക്ക കഷ്ണം പുഴുങ്ങിയിട്ട് കളറടിച്ചിട്ട് കൊണ്ട് കുത്തി കുത്തി വയ്ക്കുമല്ലോ കുട്ടികളെ കളിപ്പിക്കാൻ, ബ്രെഡിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്നതാണ് മോഡേൺ ബ്രെഡിൻ്റെ. അതേപോലെയാണ് ആൺ സാന്നിധ്യങ്ങൾ. അപ്പൊ ഇടത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഭൗതികമായ ഇടം നേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. റോഡ് മേലോട്ട് ഇറങ്ങൂ, ഇപ്പൊ വൈകുന്നേരം 5 മണിക്ക് 2 വീലർ ഓടിക്കുന്ന പെണ്ണുങ്ങളെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല കേരളത്തിൽ, അല്ലേ? അത് സത്യമല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 2 വീലർ ഓടിക്കുന്ന സ്ത്രീകൾ കേരളത്തിലാണ്, അറിയോ നിങ്ങൾക്ക്? അപ്പൊ നമുക്കതൊരു ഇടമല്ലേ? പൊതു ഇടത്തിൽ നമ്മൾ കയ്യേറിയില്ലേ അങ്ങനെ പറയുമ്പോൾ?
നമ്മുടെ ഗായത്രി പറഞ്ഞതുപോലെ കാർ ഓടിക്കുന്നവർ വളരെ കുറവാണ് ഇവിടെയും കാർ ഓടിക്കുന്നവർ. പബ്ലിക് ഇടത്തിലേക്ക് സ്ത്രീകൾ വന്നു, തൊഴിലിടത്തിലേക്ക് സ്ത്രീകൾ വന്നു, വിദ്യാഭ്യാസ ഇടത്തിലേക്ക് സ്ത്രീകൾ വന്നു. 1951 നമ്മുടെ ആദ്യത്തെ പാർലമെന്റ് തുടങ്ങുന്ന സമയത്ത് ലോക്സഭയിൽ നമുക്ക് 5%, അതായത് 22 പാർലമെന്റ് അംഗങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് 2024 അല്ലെ 25 കണക്കനുസരിച്ച് അല്ല, കഴിഞ്ഞ 2021 ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മളത് 13% വർദ്ധിച്ചു. ഒച്ച എഴയുകയാണ്, പക്ഷെ എന്നാലും എഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, സ്റ്റാഗ്നേഷൻ ഇല്ല, കുറ്റം പറയാൻ പറ്റില്ല. 74 പെണ്ണുങ്ങളുണ്ട് അവിടെ. രാജ്യസഭയിലും അങ്ങനെ തന്നെയാണ്. 6% നിന്ന് 13%-ലേക്കുള്ള ഒരു വലിയ വലിയ കുതിപ്പാണ് അത്. സെൻസസ് ഒക്കെ കണ്ടാൽ കട്ടെടുത്തോണ്ട് പോവാ കുതിപ്പ് കണ്ടാൽ. അതാണ് 30% റിസർവേഷനുമായിട്ട് അവിടെ ഒരു ഫയലിംഗ് ഇങ്ങനെ കോഴിക്ക് മുട്ടയ്ക്ക് അടവെച്ച് അവിടെ കിടക്കുകയാണ്. വിരിഞ്ഞിട്ടില്ല 10-40 കൊല്ലമായിട്ടും. ആ ഇടം അവിടെ കിടക്കുകയാണ്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ ഓരോന്ന് പരിശോധിക്കും. വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസ അവസ്ഥ സ്ത്രീകളുടെ, കേരളത്തിൽ 94% സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ട്. 94% സ്ത്രീകൾ എഡ്യൂക്കേഷൻ നേടുന്നു. ഇടമില്ലേ നമുക്ക്? ഞാൻ കുറച്ച് നെഗറ്റീവ് പറയാണ് കേട്ടാ. ഇടമുണ്ട്, ഇടം നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വീണ് കിട്ടുന്ന അവസരങ്ങൾ, ഇടങ്ങൾ നിങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. 3-4 നൂറ്റാണ്ട് മനുഷ്യൻ സമരം ചെയ്താണ് പെണ്ണിന് വോട്ടവകാശം കിട്ടിയത്, പെണ്ണിന് തുണി ഉടുക്കാൻ അവകാശം കിട്ടിയത്, കെട്ടുന്ന പുരുഷന്റെ ഒപ്പം ആദ്യ രാത്രിയിൽ പൊറുക്കാൻ പെണ്ണിന് അവകാശം കിട്ടിയത് നൂറ്റാണ്ടുകളുടെ സമര ചോരവാർന്ന ചരിത്രത്തിന്റെ അവസാനത്തിലാണ്. അവസരമില്ലാത്തിടത്തു നിന്ന് പൊരുതി അവസരം നേടിയ പെണ്ണുങ്ങളുടെ വീരഗാഥകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്ത് നമ്മൾ ഇന്ന് പൊതുവിടത്തിലാണ് എല്ലാ സ്ത്രീകളും. ഞാൻ ആരെയും ഡീമോട്ടിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഡീമോറലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വില ഇല്ല. നിങ്ങൾ നിങ്ങളെ റേറ്റ് ചെയ്യുന്നത് 5-മോ 6-മോ വരിയിലെ അവസാനത്തെ ആളുകളായിട്ടാണ്. ആരാണ് ഉത്തരവാദി? നിങ്ങൾ ആരോടാണ് ഇടം വേണമെന്ന് പറയുന്നത്? നിങ്ങളുടെ മുന്നിലേക്ക്, വീട്ടിലേക്ക്, ഞാൻ പെണ്ണുങ്ങളോടെല്ലാമാണ് പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളോട് ഇതിനേക്കാൾ പരുഷമായി ഞാൻ പറയാറുണ്ട്. വേണമെങ്കിൽ എന്തുണ്ടാകും? ചക്ക വേരിലും കായ്ക്കും. ഞങ്ങളുടെ ഓണാട്ടുകരയിലെ ഭാഷയാണിത്, പ്രോവർബാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടല്ലോ അല്ലേ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പക്ഷെ പ്ലാവ് തന്നെ വിചാരിച്ച് നിങ്ങൾക്ക് വേരിൽ കായിട്ട് തരൂല. ഓരോ സ്ത്രീയും, ഓരോ പെൺകുഞ്ഞും ജനിച്ചത് വീർന്നാൽ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു പ്രിവിലേജ്ഡ് ഇൻഡിവിജ്വൽ അല്ല. ഇവിടെ സവർണജാതി അവർണജാതി ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് പെണ്ണിന്റെ വിഷയം കൂടി ഒന്ന് എടുത്തു വെച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളല്ലേ ചർച്ച ചെയ്യണ്ടേ, നമ്മളല്ലേ? ഒരു സവർണ വീട്ടിലെയും അവർണ വീട്ടിലെയും പെണ്ണ് പ്രിവിലേജ്ഡോടല്ല ജനിക്കുന്നത്. അത് ഏത് ജാതിയുമാകട്ടെ, അത് നമ്പൂരി മുതൽ ഇങ്ങ് നായാടി വരെ. അങ്ങനെയാണല്ലോ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഞങ്ങൾ നമ്പൂരി മുതൽ നായാടി വരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഞങ്ങൾ ഭയങ്കര സർവശക്തിയായിട്ട് ഇന്ത്യ പിടിച്ചെടുക്കും. പിന്നെ നമ്മുടെയൊക്കെ വീട് പിടിച്ചെടുക്കും, അവിടേക്കൊക്കെ എന്തൊക്കെയോ വാരിയെറിയും എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ഇവിടെ ഒരാളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കണക്കെടുക്കും, സെൻസസ് നടത്തും. നമ്പൂരി ഹാസിർ, നായർ ഹാസിർ, പിള്ള ഹാസിർ, കുറുപ്പ്, മേനോൻ, പിന്നെ എന്തെല്ലാം അലവലാദികളുണ്ടോ അതെല്ലാം കൂടെ ചേർന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്തിൽ പെണ്ണിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ട ആരാണ്? ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ. ഞാൻ ആരെയും കുറ്റം പറയില്ല. ബീങ് ആൻ ആർട്ടിസ്റ്റ്, എൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ചില കാര്യങ്ങൾ സത്യസന്ധമായി പറയുക. ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ ശരിയാണ്, വലിയ വലിയ ഫിലോസഫികളും സിദ്ധാന്തങ്ങളും എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പാവുമ്പോൾ മാനിഫെസ്റ്റോയൊക്കെ മുന്നോട്ട് വയ്ക്കാറുണ്ട്. പക്ഷെ സ്ത്രീകൾ ഇന്നും പ്രതീകാത്മകമാണ് എല്ലായിടത്തും, അല്ലേ? പ്രതീകാത്മകമാണ്. 1 സീറ്റ് 2 സീറ്റ്, അല്ലെ 1 പ്രാതിനിധ്യം 2 പ്രാതിനിധ്യം. കഴിവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പദവി ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. അത് സ്വപ്നമാണ്. മിണ്ടുന്ന സ്ത്രീകൾക്ക് അവസരം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അത് സ്വപ്നമാണ്. അഭിപ്രായം പറയുന്ന സ്ത്രീകൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ച് കസേര തരുമെന്ന് വിചാരിക്കരുത്, അത് മൗഢ്യമാണ്, അത് തെറ്റാണ്. ആ ധാരണ തിരുത്തിക്കോളൂ.
നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ, നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഒപ്പീനിയൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും. നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യൂ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ശ്രീനാരായണ ഗുരു ഇവിടെ അരുവിപ്പുറത്ത് ആണ് അദ്ദേഹം കണ്ണാടി സ്ഥാപിച്ചതല്ലേ? ഇവിടെ എല്ലാവരും സാംസ്കാരിക പ്രവർത്തകരും നവോത്ഥാന പ്രവർത്തകരും നമ്മളെല്ലാവരും, ഞാനൊക്കെ ജനിച്ചപ്പോൾ മുതൽ എവിടെ ഒരു വേദി കിട്ടിയാലും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ അതേപോലെയുള്ള നിരവധി കണ്ണാടികൾ വരുന്നവരെല്ലാം സ്വയം നോക്കിയിട്ട് എൻ്റെ ഭവനത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞ് വരാന്ത മുതൽ ഇങ്ങനെ പ്രദർശിച്ചു വെച്ചിട്ടുണ്ട്. അത് ആരോടൊക്കെയാ പറഞ്ഞത്? ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ 2025 ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, ഗുരുദേവൻ വിഭാവനം ചെയ്തതിൽ പെണ്ണിനോടും കൂടിയാണ് പറഞ്ഞത്. നിന്നെ നീ ഒന്ന് നോക്കൂ, നിന്നിലേക്ക് നീ ഒന്ന് നോക്കൂ. നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്താ? എപ്പോഴും കണ്ടവരുടെ പുറകെ നോക്കുകയാണ്, എപ്പോഴും കണ്ടവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണ്, അല്ലേ? ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സമൂഹം പോളറൈസ്ഡ് ആകുന്നതിൻ്റെയും പോളറൈസ്ഡ് ആക്കുന്നതിൻ്റെയും പിന്നിൽ ആണിയായി ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ് എപ്പോഴും. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഏതൊരു സ്കാം നടക്കുന്നിടത്തും, ഒരു വലിയ പൊളിറ്റിക്കൽ പ്രശ്നം നടക്കുന്നിടത്തും ഒരു സ്ത്രീയുടെ പേരുണ്ടാകുന്നു ഈ അടുത്ത കാലത്തായിട്ട്. ഇപ്പൊ പല ആളുകളും അതിനോട് പറയുന്നു, ഓ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ എന്താണ് ഭയങ്കര കുഴപ്പക്കാരാണല്ലോ. അപ്പൊ ഞാൻ എന്നോട് പറയുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറെ കാലം ഒരു പട്ടീനെ കെട്ടിയിട്ടിട്ട് മര്യാദയ്ക്ക് അതിനെ മലമൂത്ര വിസർജനത്തിന് പോലും സമ്മതിക്കാതെ, വേണ്ട ഭക്ഷണമൊന്നും കൊടുക്കാതെ വർഷങ്ങൾ അടിച്ചും തല്ലിയും പരിശീലിപ്പിച്ച് കെട്ടിയിട്ടിട്ട് ഒരു ദിവസം തൊടല് പൊട്ടിച്ച് പുറത്തിറങ്ങുമ്പോൾ നാട്ടിൽ കാണുന്നവരോടൊക്കെ കലിപ്പ് തീർക്കും. അങ്ങനെയും ചില സംഭവങ്ങളുണ്ട്. അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അവർ പ്രതികരിക്കുന്നത് അങ്ങനെയായിരിക്കും. ഇനി മറ്റൊരു തരത്തിൽ ആലോചിച്ചാൽ, എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം? ചില ഹോർമോൺ വേരിയേഷൻസ് മാത്രമല്ലേ ഉള്ളൂ. പെണ്ണിനൊരു യൂട്രസ് ഉണ്ട്, അല്ലേ? മാസത്തിൽ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്, പ്രജനനം നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്, കുട്ടികളെ മുല കൊടുക്കാനുള്ള പ്രത്യേക അധികാരാവകാശങ്ങൾ പ്രകൃതി തന്നിട്ടുണ്ട്. ഇതല്ലാതെ എന്താണ് വ്യത്യാസം? തലച്ചോറിൽ വല്ല വ്യത്യാസം ഉണ്ടോ? തലച്ചോറിൽ ആണിനൊരാറ പെണ്ണിനൊരാ, അല്ലെ ആണിന് തലച്ചോറ് വേറെ പെണ്ണിന് അങ്ങനെ ഇല്ലല്ലോ. അവസരം കിട്ടിയാൽ സ്ത്രീകളും സ്വതസിദ്ധമായ എല്ലാ ചോദനകളുമുള്ള ഒരു ബീയിങ് ആണ് സ്ത്രീ. മനുഷ്യനെന്ന ഇൻവെർട്ടഡ് കോമയിൽ വരുന്നതാണ് സ്ത്രീയും. അപ്പൊ സ്ത്രീകളിൽ ക്രിമിനൽ മൈൻഡ് ഉള്ളവരുണ്ട്, സ്ത്രീകളിൽ കൊലപാതകം നടത്തുന്ന ആളുകളുണ്ട്, സ്ത്രീകളിൽ മോശപ്പെട്ട പ്രവണതയുള്ള ആളുകളുണ്ട്, പലതരക്കാരുണ്ട്. സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു കുറ്റം സമൂഹത്തിൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു കേസിൽ പെട്ടു, കുട്ടിയോട് മോശം ചെയ്തു, ഭർത്താവിനോട് മോശം ചെയ്തു, അയൽക്കാരോട്, ഉടനെ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളെയും കണ്ടില്ലേ? പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇതാണ് വരുന്നേ. പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല, കട്ടളയ്ക്കുള്ളിൽ നിർത്തണം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ സാമൂഹ്യ പ്രശ്നമായി മാറും. ഇവിടുത്തെ വിയൂർ സെൻട്രൽ ജയിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടാണല്ലോ, അല്ലേ? പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിറഞ്ഞു കിടക്കുന്ന പെണ്ണുങ്ങളല്ലേ? അപ്പം മനുഷ്യനായിട്ട് ഇവിടെ പരിഗണിക്കുന്നത് പുരുഷനെ മാത്രമാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ. പുരുഷൻ മനുഷ്യന് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ചെയ്യാൻ അധികാരപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ അവകാശമുള്ള ആളാണ്. സ്ത്രീകൾ അവിടേക്ക് വരുമ്പോഴാണ് അതൊരു അപവാദമായി ഒരു വാർത്തയാകുന്നു. സ്ത്രീ എന്തെങ്കിലും ചെയ്തു, സ്ത്രീ ചിരിച്ചു, സ്ത്രീ കരഞ്ഞു, അല്ലേ? സ്ത്രീകൾ എന്ത് കാര്യം ചെയ്താലും വലിയ കൗതുക വാർത്തയാണ്. നമ്മൾ സ്ത്രീകൾ ഇപ്പോഴും കൗതുക വാർത്താ ലെവലിൽ നിന്ന് സീരിയസ് വാർത്താ മോഡിലേക്ക് വളർന്നിട്ടില്ലെന്നാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പം എല്ലാ ചാനലുകളും ഒരു സ്ത്രീപക്ഷ സെഗ്മെന്റ് വെക്കും, എല്ലാ വാരികയും ഒരു സ്ത്രീപക്ഷ സെഗ്മെന്റ് വെക്കും, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും എല്ലാ പാർട്ടികൾക്കും ഒരു വിമൻ സെക്ഷൻ ഉണ്ടായിരിക്കും. എന്തിനാണിതൊക്കെ? നിങ്ങളെ വെള്ളം കയറാത്ത അറയിലേക്ക് മാറ്റി നിർത്തുകയാണ്. പൊതുമണ്ഡലത്തിൽ എല്ലാവരുമായി ഇന്ററാക്ട് ചെയ്ത് എല്ലാ വിഷയങ്ങളും ഒരുപോലെ ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സമത്വ സുന്ദര സമൂഹം നിർമ്മിക്കുന്നതിന്റെ ആവശ്യകത. പെണ്ണുങ്ങൾ അവിടെ അപ്പുറത്തെ മുറിയിൽ മാറിയിരുന്ന് ചർച്ച ചെയ്തോളൂ, ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ ഭൂമുഖത്തിരുന്ന് രാജ്യം നയിക്കാനും നിയന്ത്രിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് വല്ല പോകുന്നതിന് തടസ്സമോ, വല്ല പൂവാല ശല്യം ഉണ്ടോ, അല്ലെങ്കിൽ യാത്രാക്ലേശമുണ്ടോ, മറ്റുണ്ടോ, മറിച്ചതുണ്ടോ, സാരി പ്രശ്നം, മാല പ്രശ്നം, കമ്മൽ പ്രശ്നമൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതാണ് മനോഭാവം. ഈ മനോഭാവത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. നമുക്ക് കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, തൻ്റെ ഇടമുണ്ട്. തൻ്റെ ഇടം എന്നതിന് 2-3 അർത്ഥമുണ്ടല്ലോ. തൻ്റെ ഇടമുണ്ട്,
എല്ലാ മനുഷ്യർക്കും തൻ്റെതായ ഇടമുണ്ട്, പക്ഷെ ആ ഇടത്തെ റിയലൈസ് ചെയ്യുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിനെ യൂസ് ചെയ്യുന്നില്ല. അത് മാത്രമാണ് ഒരു പ്രശ്നം. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ഇപ്പം 3-4 ദിവസമായിട്ട് ഞാൻ വലിയൊരു മാനസികമായ ഒരു പ്രശ്നത്തിലാണ്. കാരണം ഒരു പൊടിക്കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു മോളാണ്, അവൾക്ക് 13 വയസ്സ്. ആ കുഞ്ഞ് നിരവധി ദിവസത്തെ ശ്രമം കൊണ്ട് സോഷ്യൽ മീഡിയയിലും മെസ്സഞ്ചറിൽ വന്നിട്ട് അവൾ എന്നെ കണ്ടുപിടിച്ചു. അവളുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ ഇല്ല. ഞാൻ ഒരു വേദിയിൽ ആ കുഞ്ഞിനെ കണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തിൽ ഒരു അതിഥിയായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. പല മക്കളും എനിക്ക് പുസ്തകം കൊണ്ടു തന്നു. അപ്പോൾ അവരെ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, അവരോടൊപ്പം നിന്നു, ഫോട്ടോ എടുത്തു. അതൊക്കെ അവർ കൊണ്ടുപോയി, ചിലരൊക്കെ എനിക്ക് അയച്ചു തന്നു. ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് വളരെ പ്രത്യേകതയുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ്, അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചക്ക എവിടെങ്കിലും മുളപ്പിക്കാം എന്ന കാര്യം വരുന്നത്. ആ കുഞ്ഞ് ഈ 2-3 മാസം കഴിഞ്ഞ് എന്നെ തേടി പിടിച്ചു. ഒരു ദിവസം ഞാൻ അങ്ങനെ മെസ്സഞ്ചർ നോക്കാറില്ല, പക്ഷെ മെസ്സഞ്ചറിൽ നോക്കുമ്പോൾ ഈ മോള് അമ്മേ, ശൈലാമ്മേ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ വർക്ക്ഷോപ്പും ക്ലാസ്സും ഒക്കെ എടുക്കുന്ന സ്ഥലത്ത് കുട്ടികളൊക്കെ ശൈലജാന്നും അല്ല, ചല്ലാമ്മ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ പെറ്റ് നെയിമിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് എങ്ങനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്, ശൈലജാമ്മേ? ആ ഉമ്മ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ കവളത്തിപ്പോഴും ഞാൻ തടവും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഫോട്ടോ ഇട്ട് തരികയാണ്. അപ്പോൾ കുഞ്ഞ് അത്രേ പറഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ ഇതിൽ. അപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ ഞാൻ അവളോട് തിരിച്ച് സംസാരിക്കുമ്പോൾ. സാധാരണ ഈ വേദിയിൽ കാണുന്ന എല്ലാവരും സെലിബ്രിറ്റികളാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. സാധാരണ മനുഷ്യരാണെന്ന് വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. ആളുകൾ വിളിച്ചാൽ മിണ്ടും, മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കും, കാണാൻ ആഗ്രഹിച്ചാൽ പോയി കാണും. ഇതൊക്കെ മനുഷ്യ സഹജമല്ലേ, ചെറിയ കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ മോൾ അത്രേ പറഞ്ഞുള്ളൂ. ഈ മോളെ പിന്നെ ഇവളുടെ മെസ്സേജ് ഞാൻ കാണുന്നു, 2 ദിവസം കഴിഞ്ഞാൽ കാണുന്നത്. പിന്നെ അവളോട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞു വരുന്ന ഒരു പരിതസ്ഥിതി. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ക്യാൻസർ രോഗിയാണ്, അമ്മയ്ക്ക് നട്ടെല്ലിന് രോഗം ബാധിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ ജ്യേഷ്ഠൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പഠന വൈകല്യമുള്ള കുട്ടിയാണ്. ഈ കുഞ്ഞിൻ്റെ ഇളയത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ചെറിയ കുഞ്ഞ്, ആരുമില്ല. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ആ മോള്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്, നാട്ടിലെ പല ആളുകളുടെയും സഹായം കൊണ്ട് 2 പുസ്തകം പബ്ലിഷ് ചെയ്തു ഇതുവരെ. വൈകുന്നേരം സ്കൂളിൽ ചെന്നാൽ അമ്മയെ സഹായിക്കണം, അനിയനെ നോക്കണം, ചേട്ടൻ്റെ പഠന കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യണം. ആ വീട്ടിൽ നോർമലായുള്ള ഒരു കുഞ്ഞ് ഈ 13 വയസ്സുള്ള മുർഷിദ മാത്രമാണ്. അപ്പോൾ അവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അച്ഛൻ്റെ പടം ഇട്ട് തരുന്നു. ഞങ്ങൾ രണ്ടുപേരൂടെ തീരുമാനിച്ച പടം പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നു, കാരണം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പിക്ചറാണ്. അച്ഛൻ മത്സ്യക്കച്ചവടം നടത്തി ജീവിച്ചിരുന്നതാണ്, ഇപ്പം അതില്ല. സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് അച്ഛൻ്റെ ചികിത്സ നടക്കുന്നു. ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഈ മോളുടെ ആഗ്രഹം ഒരു വീട് വേണം എന്നുള്ളതാണ്. അപ്പം എന്നോട് പറയുകയാണ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഇത്രയും പ്രയാസപ്പെട്ട് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഒരാളെ ചേസ് ചെയ്ത് കണ്ടുപിടിച്ച് മിണ്ടണമെന്ന് എനിക്ക് തോന്നി. എന്നോട് തിരിച്ചു മിണ്ടുമെന്നും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു കുഞ്ഞ്, ഒരു പൊടിമോള്, യാതൊരുവിധ സാഹചര്യവും ഇല്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ആ കുഞ്ഞ് സാഹിത്യം ചമയ്ക്കുന്നു. ആ സാഹിത്യം വെളിച്ചം കാണാനുള്ള സാഹചര്യത്തിലേക്ക് ആ കുഞ്ഞു കൊണ്ടുവരുന്നു. അത്രയും അർജാണ്, അവളുടെ നീഡ് അത്രമാത്രമാണ്. ആവശ്യത്തിന് ഔചിത്യമില്ല. അതാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾക്കൊരു വലിയ ക്രൈസിസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പൊരുതും. നമ്മൾക്ക് കിട്ടിയ ചെറിയ അവൈലബിൾ ആയിട്ടുള്ള ഇടങ്ങളിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇത് മതി, ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ കിട്ടിയല്ലോ, എനിക്കെന്താണ് കുറവ് എന്ന് ഫീൽ ചെയ്യുന്നിടത്തുനിന്നാണ് ഇടം മറ്റുള്ളവർ കവർന്നുകൊണ്ടു പോകുന്നത്. അല്ല, ഈ ഭൗതികമായ നേട്ടങ്ങളും ഈ ഭൗതികമായ പ്രശ്നങ്ങളും ഒക്കെ ഞാനും കൂടി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇനി എനിക്ക് എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണം. ഞാനെന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം, എൻ്റെ എക്സിസ്റ്റൻസ് ഉറപ്പിക്കണം, എൻ്റെ സ്വത്വം എന്താണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയണം, മറ്റുള്ളവരെ അറിയിക്കണം. അറ്റ്ലീസ്റ്റ് എൻ്റെ പാർട്ട്ണറെ അറിയിക്കണം, എൻ്റെ മക്കളെ അറിയിക്കണം, എൻ്റെ അച്ഛനെ അമ്മയെ അറിയിക്കണം. പല വീട്ടിലും പെണ്ണുങ്ങൾക്ക് ഐഡന്റിറ്റി ഇല്ല, സത്യമല്ലേ? ബഹുഭൂരിപക്ഷം വീടുകളിലും സ്ത്രീകൾക്ക് ഐഡന്റിറ്റി ഇല്ല. അവരെ ഇവരെ മറ്റവരെന്നൊക്കെയാണ് പണ്ട് ആളുകൾ സ്ത്രീകളെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്.
പക്ഷെ എന്നാലും തിരിച്ചു പറയാത്ത, സമൂഹത്തിൽ എന്തെങ്കിലും ബഹുമാന്യമായ കാര്യം ചെയ്യാത്ത സ്ത്രീകൾക്ക് ഇനി എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും, സ്വത്തുള്ളവരാണെന്ന് പറഞ്ഞാലും, വീട്ടകങ്ങളിൽ അവർ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അവരോട് മോശം പെരുമാറ്റം സംഭവിക്കുന്നുണ്ട്. നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട്, പറച്ചിൽ കൊണ്ട്, ഇടപെടൽ കൊണ്ട്, അവരുടെ ചോയ്സിനെ റദ്ദ് ചെയ്യുന്നതിലൂടെ, അവരുടെ ഇഷ്ടങ്ങളെ തമസ്കരിക്കുന്നതിലൂടെ, അവരുടെ സംഭാഷണങ്ങളെ മറയിടുന്നതിലൂടെ, അവരുടെ പ്രകാശനത്തെ ഇല്ലാതാക്കുന്നതിൽ നിരവധി വഴികളിൽ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കും? മറികടക്കാൻ പുറത്തുനിന്ന് ആരും വിമാനവും വള്ളവും കപ്പലും ഒന്നും പിടിച്ചു വരൂല. വഴി നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി അവരുടെ മുന്നിൽ തെളിയും. പണ്ട് കാലത്ത്, ഇപ്പൊ ശബരിമല വലിയ വിവാദമല്ലേ? ഇപ്പൊ ശബരിമലയിലേക്ക് പോയ എന്ത് ഇന്റർനാഷണൽ ഹൈവേ പോലെയാണ് നമ്മുടെ ശബരിമല, അല്ലേ? പണ്ട് ശബരിമലയിൽ പോകുമ്പോ പുലിയും ആനയും കടുവയും ഒക്കെ കടിക്കും. കാട്ടിലൂടെ കയ്യിലൊരു കത്തിയും വെച്ച് വെട്ടി വഴി ഉണ്ടാക്കിയാണ് മനുഷ്യർ പോയിരുന്നത്. അതുകൊണ്ടാണ് അന്ന് സ്ത്രീകൾ പോകരുതെന്ന് പറഞ്ഞേ. കാരണം ഈ മനുഷ്യന്മാർക്ക് തന്നെ മറ്റു മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടിയിട്ട് വേണം തിരിച്ചു വീട്ടിൽ വരാൻ. പലരും പണ്ട് കാലത്ത് പോയിരുന്നവർ തിരിച്ചു വന്നിട്ടില്ല. ആന കുത്തിയവര്, കടുവ കുത്തിയവര് ഒക്കെയുണ്ട്, കാട്ടുപന്നിയുടെ ഇത് കിട്ടിയവരൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ശബരിമലയിൽ എന്താണ്? ശബരിമല ഇപ്പം ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എങ്ങനെയാണ് ഈ വഴി ഉണ്ടായത്? അവിടേക്ക് പോകാൻ നിരവധിയായ ആളുകൾ ഉണ്ടാകുന്നു, അവിടെ അർത്ഥമുണ്ടാകുന്നു, അതിന് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാകുന്നു. ആദ്യം നടന്നവരാണ് ആ വഴി ഉണ്ടാക്കിയത്, അല്ലേ? പേടിച്ചിട്ട് അവിടേക്ക് ആരും പോകാതിരുന്നെങ്കിലോ? അവിടെ കുറച്ച് മലയരയരായിട്ടുള്ള മനുഷ്യർ പൂജ നടത്തിയിരുന്നൊരു ക്ഷേത്രമാണത്. അവര് തിനയൊക്കെ വിതച്ചും ധാന്യം തേൻ നേദിച്ചും ഒക്കെ അവർ ദൈവത്തെ പൂജ നടത്തി തൃപ്തിപ്പെടുത്തി സന്തോഷമായിട്ട് സമാധാനമായിട്ട് ചേമ്പും കാച്ചിലും ഒക്കെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് മനുഷ്യന്മാർ പോയവരുടെ പിന്നാലെ പിന്നെയും ആള് പോയി. ഇന്ന് ഒത്തിരി ജീവിത മാറ്റം, ഒത്തിരി പലായനം വേണ്ടി വരുന്ന ഒരു മനുഷ്യജീവി വർഗമാണ് സ്ത്രീ എന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഒരവസ്ഥ, മെൻസ്ട്രസ് വന്നു കഴിഞ്ഞാൽ ഒരവസ്ഥ, അതുവരെ കണ്ട ഇടം അവളുടേതല്ലാതായി മാറുന്നു, അല്ലേ? സത്യമല്ലേ? അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം കിടന്നിരുന്ന ഒരു കുഞ്ഞ് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആ ഇടം നിഷേധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അച്ഛൻ്റെ മടിയും അമ്മയുടെ മടിയും ഒക്കെ ഇടങ്ങളാണ്. ആ വാത്സല്യം അനുഭവിച്ചാണ് ഒരു വ്യക്തിത്വം നിർമ്മിക്കപ്പെടുന്നത്. അവിടെ നമുക്ക് നിഷേധം പെടുന്നു. അതും കഴിഞ്ഞ് വീണ്ടും കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ഇതാര് നിർമ്മിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ചില കുട്ടികളൊക്കെ പറയാൻ തുടങ്ങിക്കൊണ്ട് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേറെ വീടെടുത്ത് താമസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയും ഒരു പറിച്ചു നടൽ പെണ്ണിന് വേണ്ടി വരുന്നുണ്ട്. അവിടെയും എല്ലായിടത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ, എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യാൻ, എല്ലാം സഹിക്കാൻ, സർവൻ സഹ ദേവി പട്ടം കിട്ടാൻ വേണ്ടി നമ്മുടെ സ്ത്രീകളൊക്കെ മത്സരിക്കുക. തൻ്റെ അസ്വസ്ഥതയും തൻ്റെ അസൗകര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്ന സ്ത്രീകൾക്ക് കുറേ വർഷം കഴിയുമ്പോൾ പ്രാകുകയും അലക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. കുറേ പേരെ അങ്ങനെ കാണാറുണ്ട്. പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയാതിരുന്നിട്ട്, മനസ്സിൽ തോന്നിയ സമയത്ത് അത് പ്രകടിപ്പിക്കാതിരുന്നിട്ട്, വർഷങ്ങൾ കഴിഞ്ഞ് എന്താണ്, പശുവും ചത്തു മോരിലെ പുളിയും പോയി, എന്നിട്ട് പിന്നെ കിടന്ന് അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പം കുട്ടികൾ പോലും നമ്മൾ അമ്മയ്ക്ക് അന്നേരം എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? അമ്മ ആരെങ്കിലും പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു? കുട്ടികൾ വളരെ കാഷ്വൽ ആയിട്ടാണ് പല വീടുകളിലും ഇത്തരം കാര്യങ്ങൾക്ക് അഭിപ്രായം പറയുന്നത്. അപ്പം നമ്മൾ ഏതൊരു കാര്യവും മനസ്സിൽ തോന്നുമ്പോൾ അത് പ്രവർത്തിക്കാൻ, അത് പ്രകടിപ്പിക്കാൻ, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ, റിയാക്ട് ചെയ്യാനൊക്കെയുള്ള നിങ്ങളുടെ സ്വത്വബോധം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുമാണ് മറ്റ് സമൂഹത്തിലെ താഴെ തട്ടിലുള്ള സ്ത്രീകൾക്ക് ഇടം കണ്ടെത്താൻ സഹായിച്ചു കൊടുക്കേണ്ടവർ. ദീപങ്ങളായിട്ട് നിൽക്കാൻ പറ്റുന്നവർ നിങ്ങളാണ്. നമുക്ക് ധാരാളം പൊതു ഇടങ്ങളുണ്ട്. പൊളിറ്റിക്കൽ ഇടമുണ്ട്, കൾച്ചറൽ ഇടമുണ്ട്, തൊഴിലിടമുണ്ട്, പൊതുസ്ഥലം എന്ന ഇടമുണ്ട്, വിദ്യാലയങ്ങളൊരിടമാണ്. അങ്ങനെ നിരവധിയായ ഇടങ്ങൾ സമൂഹത്തിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ ഇടപെടുന്ന സ്ത്രീകൾ പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒന്നുണ്ട്, നമ്മളൊരു ശത്രു ലോകത്ത് നിന്നാണ് ഇടപെടുന്നത്. അതിനർത്ഥം പുരുഷന്മാർ സ്ത്രീകളുടെ ശത്രുവാണെന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഫെമിനിസം പറയുന്നവരെയൊക്കെ ഫെമിനിസ്റ്റുകളെന്നും പിന്നെ ചേർത്തുള്ള ഒരു ഇച്ചിന്നും പറയുന്ന അവസ്ഥയുണ്ട്. അതെനിക്കറിയാം, ഞാൻ പറയുന്നില്ല. കായ്ക്കൊരു ചുനുപ്പും കൂടി ഇട്ടാൽ മതി. അതല്ല, ഞാൻ അങ്ങനെ പുരുഷന്മാരെ ശത്രുവാക്കി പുരുഷന്മാരില്ലാത്തൊരു പെണ്ണുങ്ങളുടെ ലോകം അതൊരിക്കലും സാധ്യമല്ല. അത് അശാസ്ത്രീയമാണ്. അത് ചിന്തിക്കേണ്ട പോലും ആവശ്യമുള്ള കാര്യമല്ല. എല്ലാ ജീവജാലങ്ങൾക്കും അവരവരാഗ്രഹിക്കുന്നത് പോലെ അവരവരുടെ ആത്മാവിഷ്കാരം നടത്തിക്കൊണ്ട്
ഈ ഹാബിറ്റാറ്റിനെ, ഈ യൂണിവേഴ്സിനെ മനുഷ്യർക്കൊപ്പം, അതിനൊപ്പം സഞ്ചരിക്കുന്ന അതിമനോഹര ഇടമാക്കി മാറ്റുന്ന ഒരു സങ്കല്പമാണ് ഫെമിനിസം. അവിടെ അവർണ സവർണ ബോധങ്ങളില്ല, ഉച്ചനീചത്വങ്ങളില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, മറ്റൊരു ജെൻഡറിലും വ്യത്യാസമില്ല. ജീവിക്കുന്ന ഇടം മനുഷ്യൻ്റെതാണെന്നൊരു ബോധം നിർമ്മിക്കുക. അവിടെ ഇങ്ങനൊരു ഇസവും ഇങ്ങനെ ഒരു ചിന്തയും വരാനുള്ള കാരണം നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തത്തിൽ നിന്നാണ്, ദുരിതത്തിൽ നിന്നാണ്. നമ്മൾ എത്ര ഡെവലപ്ഡ് നേഷൻ എന്ന് പറയണ, ഇപ്പൊ യൂറോപ്പ് എടുത്താലും അമേരിക്ക എടുത്താലും അവിടെയൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അവരൊക്കെ ഇതിനെയൊക്കെ അതിജീവിച്ചു എന്നൊന്നും പറയണ്ട. പക്ഷെ ഇതിന്റെ കാഹളം തുടങ്ങിയത് അവിടെ നിന്നാണെന്നാണ്. 20,000-ലധികം വരുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ കുരുതിക്ക് കൊടുത്ത സയനിസ്റ്റ് ഫാഷിസ്റ്റ് റെജീമിന്റെ അടിയിൽ നമ്മൾ എത്ര സമാധാനപരമായിട്ടാണ് ഉറങ്ങിയത് ഈ 2 കൊല്ലക്കാലം, അല്ലേ? 20,000-ലധികം കുഞ്ഞുങ്ങൾ, അമ്മമാരാണ് നമ്മൾ ഓരോരുത്തരും. ഏതെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി ഒരു രാത്രി നമ്മൾ തേങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി മറ്റൊരു കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ ഒരമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ മാതൃത്വം, അതാണ് യഥാർത്ഥ പെണ്ണത്വം. അവിടെ നിന്നാണ് നമ്മളൊരു ഭാഷ നിർമ്മിക്കേണ്ടത്. സഹാനുഭൂതിയുടെ ഭാഷ, സഹതാപത്തിന്റെ അല്ല, സിമ്പതിയല്ല, എമ്പതിയുടെ ഭാഷ, അനുതാപത്തിന്റെ ഭാഷ. അത് പെണ്ണിന് മാത്രം നിർമ്മിക്കാൻ പറ്റുന്നതാണ്, പെണ്ണിന് മാത്രം ചിന്തിക്കാൻ പറ്റുന്നതാണ്, പെണ്ണിന്റെ എഴുത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ്. പെണ്ണ് രാഷ്ട്രീയ ഇടത്തിലേക്ക് ഇറങ്ങിയാൽ പെണ്ണിന് മാത്രം പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ധാർഷ്ട്യവുമില്ല, ധിക്കാരവുമില്ല. ലോകത്തെ അനുകമ്പയുള്ള ഒരു സമൂഹമായി, എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമുള്ള, സഹവർത്തിത്വമുള്ള, ആര് വേദനിച്ചാലും ഒപ്പം വേദനിക്കുന്ന, അവക്കത് കിട്ടേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്ന ചിന്തകളാണ് ഇപ്പം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ അത്ര ശരിയല്ല, അവക്കിതിൽ കൂടുതൽ വരാനിരുന്നതാ. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള ഭാഷകളാണ്. അല്ല, നമ്മൾ ആലോചിക്കണം, ഓരോ പെണ്ണും കടന്നു പോകുന്നത് വ്യത്യസ്തങ്ങളായ മുള്ളും കല്ലും നിറഞ്ഞ ചിലപ്പോഴൊക്കെ ചുടുകാടുകളിലൂടെയാണ്. നമുക്കറിയില്ല, നമ്മൾ അവരുടെ പുറം പച്ച മാത്രമേ കാണുന്നുള്ളൂ. അത് കടം മേടിച്ചിട്ട് ഉടുപ്പായിരിക്കും, ഓൺലൈനിൽ നിന്ന് EMI എടുത്ത് വാങ്ങിച്ച വാച്ചായിരിക്കും, ആരെങ്കിലും സംഭാവന കൊടുത്ത ഫോണായിരിക്കും, പലതും. ഈ പബ്ലിക് അറ്റയർ കണ്ടിട്ട്, അതാണല്ലോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വാചകം. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വസ്ത്രം നോക്കി തിരിച്ചറിയാം. അത് തെറ്റാണ്. വസ്ത്രം നോക്കി നിങ്ങൾക്ക് ഒരാളെയും വിളിച്ചറിയിക്കാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. BMW നടന്നാണ് കള്ളന്മാരിപ്പം മോഷ്ടിക്കുന്നത്, അല്ലേ? ബാങ്ക് കൊള്ളയടിച്ചവരൊക്കെ വൻകിട ആസ്തിയുള്ളവരായിട്ടുള്ള രേഖ കൊടുത്തിട്ടാണ് ബാങ്ക് കൊള്ള നടത്തി വിദേശത്തേക്ക് പോയിട്ടുള്ളവർ. അപ്പൊ ആരെയാണ് നിങ്ങൾ തിരിച്ചറിയുക? അവരുടെ വസ്ത്രം നോക്കി, അവരുടെ കാറിന്റെ വലിപ്പം നോക്കി, അവരുടെ കയ്യിലെ വാച്ച് റാഡോ ആണോ നോക്കി, കയ്യിലെ ഫോൺ ആപ്പിൾ ആണോ നോക്കി, എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? തെറ്റാണ്. അങ്ങനെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയാൻ പറ്റും. ഒരു നിമിഷം അവരുടെ കയ്യിലൊന്ന് പിടിക്കൂ, ഒരു നിമിഷം അവരുടെ കണ്ണിലൊന്ന് നോക്കൂ, ഒരു നിമിഷം ആർദ്രതയോടുകൂടി ഒരു വാക്ക് അവരോട് സംസാരിക്കൂ. ആ നിമിഷം നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾ ആർദ്രതയോടൊരു മനുഷ്യനോട് സംസാരിക്കാൻ പോകുമ്പോൾ അവർ പ്രശ്നം പേറുന്ന ജീവിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് കൊളാപ്സ് ആകും. നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കിക്കോളൂ. മുട്ടി നിൽക്കുകയാണ് ആ മനുഷ്യജീവി. എന്നെ അറിയുന്ന ഒരാളെ, എന്നെ കേൾക്കുന്ന ഒരാളെ, എൻ്റെ കയ്യിലൊന്ന് സ്പർശിക്കുന്ന ഒരാളെ, എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ. ദുരിതം പേറുന്ന എല്ലാ മനുഷ്യരുടെയും മാനസികാവസ്ഥ എങ്ങനെയാണ്? നിങ്ങളുടെ ഇടങ്ങളിലേക്ക് നിങ്ങൾ കണ്ണും കാതും തുറന്നു വെച്ച് നോക്കൂ, നിങ്ങൾക്കും കാണാം അത്തരം എണ്ണമറ്റ മനുഷ്യജീവികളെ. അപ്പോൾ മനുഷ്യനെ അറിയണമെങ്കിൽ നമ്മൾ അതിനായി ശ്രമിക്കണം. അല്ലാതെ കാണുന്ന കാഴ്ചയിലൂടെ മനുഷ്യരെ വിലയിരുത്തരുത്, അവരെ ജഡ്ജ് ചെയ്യരുത്, ആ ജഡ്ജ്മെന്റ് പുറത്തേക്ക് പാസ് ചെയ്യരുത്. അങ്ങനെ മനുഷ്യരെ തെറ്റായി ചിത്രീകരിച്ച് ഒത്തിരിയേറെ ജീവൻ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറിയാൻ ശ്രമിക്കുക, ഒപ്പം നിൽക്കുക, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. സ്ത്രീകളുടെ രാഷ്ട്രീയ മതമതാകട്ടെ, സ്ത്രീകൾ അത്തരമൊരു ഒപ്പീനിയൻ സ്വന്തം ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകട്ടെ. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടാവും, ധാരാളം റിയൽ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകും. പൊങ്ങച്ചമില്ലാത്തവർ, പണത്തിൻ്റെ ഹുങ്ക് കാണിച്ചിട്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്താത്തവർ, പണം ഉണ്ടായിട്ടും ധാരാളം പേർക്ക് കൈയയച്ച് സംഭാവന കൊടുക്കുന്നവർ, ഉള്ളതിൻ്റെ അംശം മറ്റുള്ളവർക്കായി മാറ്റിവെക്കുന്നവർ, അങ്ങനെ ധാരാളം. അതൊക്കെയാണ് പ്രത്യേക ക്യാരക്ടറുകൾ. അങ്ങനെ അനവധിയായ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സമൂഹത്തെ കൂടെ മുന്നിൽ കാണുന്ന ക്യാരക്ടറുകളുള്ള ധാരാളം മനുഷ്യരെ നിങ്ങൾക്ക് അത്തരം ഇടങ്ങളിൽ കാണാൻ പറ്റും. എനിക്ക് ദിവസേന എന്നോണം അത്തരം ധാരാളം മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട്.
എൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന ധാരാളം മനുഷ്യരുണ്ട്. ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ നെഞ്ചിങ്ങനെ പെടപെടാന്ന് പിടയ്ക്കുന്നത് നമ്മുടെ ഹാർട്ടിന് പോലും താങ്ങാൻ പറ്റാതാകുന്ന അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അത്തരം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ സർക്കാരുകൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അത്തരം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഒരു മൂവ്മെന്റിനും പരിഹരിക്കാൻ പറ്റുന്നതല്ല, മറ്റു മനുഷ്യർക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കാർക്ക് വസ്ത്രം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ വീട് കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ ഒക്കെ പറ്റും. പക്ഷെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ക്രൈസിസ് ഉണ്ടല്ലോ, നമ്മൾ ടോട്ടലി ഒരു മിഡിൽ ക്ലാസ് ആയി മാറിയിട്ടുള്ള മലയാള സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ക്രൈസിസ്, കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം, മുതിർന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഓരോ വീടകങ്ങളും ഓരോ സാമ്രാജ്യങ്ങളാണ്. അവിടെയുള്ള എല്ലാ മനുഷ്യരും ക്രൈസിസിലാണ്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അതിൻ്റെ എല്ലാം ഇടയിൽ നിൽക്കുന്ന വീട്ടമ്മ, മകൾ, ഭാര്യ, അല്ലെങ്കിൽ കുടുംബിനി, പാർട്ട്ണർ, സഹയാത്രിക, ഏത് പേരിൽ അറിയപ്പെട്ടാലും ഏത് വിളിപ്പേര് വിളിച്ചാലും പെണ്ണിനുള്ള ദുഃഖം, പെണ്ണിൻ്റെ ഉള്ളിൽ കത്തുന്ന തീ അതൊന്നു തന്നെയാണ്. അത് ഏത് പദവിയിലായാലും ഏത് പൊസിഷനിലായാലും, കളക്ടറായാലും സ്വീപ്പറായാലും, വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള കാത്തിരിക്കുന്ന ജോലിയെ എങ്ങനെ, വീണ്ടും ഞാൻ പറയുന്നു, എങ്ങനെ സ്വയം ഏറ്റെടുക്കാതെ ക്രിയാത്മകമായി മറ്റുള്ളവർക്ക് വീതിച്ചു നൽകാമെന്നുള്ള ലീഡർഷിപ്പാണ് വീട്ടിൽ നിന്ന് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും. എല്ലാം ഒറ്റയ്ക്ക് മടച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ അവസാനം കണ്ടില്ലേ അച്ഛനും പിള്ളേരോടെ ഞെളിഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന വീടുകളില്ലേ? ഇടയ്ക്കിടയ്ക്ക് തവിയൊക്കെ ആയിട്ട് ഡ്രോയിങ് റൂമിലേക്ക് വന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കി റിമോട്ടൊക്കെ എടുത്ത് ഡും എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടൊക്കെ പോയിട്ട് പ്രതിഷേധിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെയൊക്കെ താമസ സ്ഥലത്തിൽ ലീഡർമാരാകാൻ തയ്യാറാകൂ. ലീഡർഷിപ്പ് ഏറ്റെടുക്കൂ, നയിക്കൂ, നിയന്ത്രിക്കൂ, ചാർട്ട് ഉണ്ടാക്കൂ. അച്ഛൻ എന്ത് ചെയ്യണം, അമ്മ എന്ത് ചെയ്യണം, മക്കളെ എന്ത് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യൂ. നിങ്ങൾക്ക് അവിടെ നിന്ന് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. സമൂഹത്തിൽ ഇറങ്ങി പ്രസംഗിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പ്രസംഗിച്ചിട്ട് മാറിയവർ വലിയ ബോധമുള്ളവരാണ് അത് കേട്ടിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് മാറാൻ പറ്റില്ല. എല്ലാ സമൂഹത്തിനെയും പ്രസംഗിച്ച് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് വേറെയും കുറേ ഫോമുകൾ ഉള്ളത്, മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആശയങ്ങളും മാറ്റത്തിൻ്റെ തീപ്പൊരികളും ഒക്കെ ഇടാൻ വേണ്ടി. എനിക്കിന്ന് വൈകുന്നേരം നിങ്ങളോട് ഓരോരുത്തരോടും, ഇനി നിങ്ങൾ കണ്ടുമുട്ടുന്ന ആയിരക്കണക്കിനായിട്ടുള്ള നിങ്ങളുടെ സഹപ്രവർത്തകരോടും സഹജീവികളോടും പറയാനുള്ളത്, നമ്മളുടെ റോൾ മോഡൽ നമ്മൾ തന്നെ ആവുക. കാരണം നമുക്ക് വലിയ റോൾ മോഡലുകളൊന്നും ഇപ്പം സമൂഹത്തിൽ ഇല്ല. ഉള്ളത് കുറച്ച് സിനിമാ താരങ്ങളാണ്. നമ്മൾ അവരെയാണ് എൻഡോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും. നമ്മുടെ അംബാസിഡർമാർ സിനിമക്കാരാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഗായത്രി ഒരു ആർട്ടിസ്റ്റാണ്. സമൂഹത്തിൽ വേറെയും ഉന്നതമായ പണിയെടുക്കുന്ന ധാരാളം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്, ഇല്ലേ? സാഹിത്യം ചമയ്ക്കുന്നവർ, സയൻസ് നടത്തുന്നവർ, കർഷകരായിട്ടുള്ളവർ, കൃഷിക്കാരായിട്ടുള്ളവർ, അന്നം ഉണ്ടാക്കുന്നവർ, ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ നമുക്ക് സിനിമക്കാരെ മാത്രമാണ് മോഡലുകളായിട്ട് കിട്ടുന്നത്. ഭയങ്കര സങ്കടം വരും ചിലപ്പോൾ. നമ്മളൊക്കെ ആരാണ്, എന്താണ്? ഇത്രയും കോടികൾ അധ്വാനിക്കുന്ന, കുറെ കാലമായിട്ട് ഇവിടെ വലിയ വിമർശനം ഉള്ളതാണ്, ഈ സിനിമ താരങ്ങളെ എല്ലാവരും ഇങ്ങനെ അഡ്മയർ ചെയ്യുന്നത് എന്തിനാണ്? അവരെന്ത് കോൺട്രിബ്യൂഷനാണ് നടത്തുന്നത്? അവരവരുടെ മേഖലയിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. പക്ഷെ മുഴുവൻ മനുഷ്യർക്കും അവരെന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു? വളരെ ക്രിട്ടിക്കലായ ചോദ്യമാണ്, പലരും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് മാത്രം ഇത്രയും വലിയ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? അവരെ മാത്രം എപ്പോഴും ഐക്കണൈസ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരെ മോഡലുകളായിട്ട് മുന്നോട്ട് കാണിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കാണിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇതാകണം എന്ന് പറഞ്ഞാൽ ഇത്രയും കോടി നിങ്ങൾ സമ്പാദിക്കണം, 5-10 കാറ് വീട്ടിൽ വേണം, പരിചാരകർ വേണം, മേക്കപ്പ് മാൻ വേണം, ഭക്ഷണം തരാൻ ആൾ വേണം, ഡയറ്റീഷ്യൻസ് വേണം. അങ്ങനെ ഒരാളിന് മാത്രം മോഡലാകാൻ നമ്മുടെ കുട്ടികളൊക്കെ സിനിമയിലേക്ക് ഓടുകയാണ്. ഇപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവർക്കും സിനിമയിലൊന്ന് മുഖം കാണിക്കണമെന്ന അമ്മമാരും വീട്ടമ്മമാരും ഒക്കെ റീലാണ്. എപ്പോഴാണ് ചാൻസ് വരിക എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് വിളി വരിക എന്ന് അറിയാൻ പറ്റില്ല. ആണ് ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ സിനിമയിലേക്ക് ആളെ എടുക്കുന്നത്. ഭാഗ്യം പരീക്ഷിക്കാൻ, ലോട്ടറി എടുക്കാൻ ആരും പിറകിലല്ല. മനസ്സിലായില്ലേ? ലോട്ടറി കൂടുതൽ എടുക്കുമ്പോൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുന്നുണ്ട്. പക്ഷെ ഈ സമയം മെനക്കെടുത്ത് റീൽ ചെയ്ത് 10 ലക്ഷത്തിൽ 1-2 പേർക്കാണ് വിളി വരുന്നത്. കുറച്ച് പേർക്കൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാംസ്കാരിക പ്രവണത പോകുന്നതിന് ആക്കം കൂട്ടി കൊടുക്കുന്നത് നല്ല ശതമാനം സ്ത്രീകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, മോഡലുകൾ എന്ന് പറഞ്ഞ് അനുകരിക്കാൻ, അല്ലെങ്കിൽ അവരെ പോലെ ചെയ്യാം, അല്ലെ അവരെ പോലെ ചിന്തിക്കാം, അവരെ പോലെ എഴുതാം, അവരെ പോലെ പഠിക്കാം, അവരെ പോലെ സ്പേസിൽ പോകാം, അല്ലെ അവരെ പോലെ ഒറ്റയ്ക്ക് ഫൈറ്റർ വിമാനം ഓടിക്കാം എന്നൊക്കെ പറയാനുള്ള മോഡലുകൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയിലൊക്കെ നമുക്ക് കുറഞ്ഞു വരികയാണ്. ഒരാളെ എടുത്താൽ ഒരാൾക്ക് ഒരു ഗുണമുണ്ടെങ്കിൽ അപ്പുറത്ത് പ്രത്യക്ഷത്തിൽ കാണുന്ന 100 മോശക്കാര്യങ്ങളായിരിക്കും തെളിഞ്ഞു വരിക. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആർക്കും ഒന്നും പൊതിഞ്ഞു വയ്ക്കാൻ പറ്റില്ല, എല്ലാം പുറത്താണ്. മനസ്സിലായില്ലേ? ഒന്നും വെച്ചു പൂട്ടാൻ പറ്റില്ല. ആ കാലത്ത് നമ്മൾ നമ്മുടെ മോഡലാവുക എന്നുള്ളതാണ്.
നമ്മുടെ മോഡലായി നമ്മൾ മാറണമെങ്കിൽ നമ്മൾ നമ്മളെ പരിഷ്കരിക്കണം, നമ്മളെ നവീകരിക്കണം, നമ്മളെ അപ്ഡേറ്റ് ചെയ്യണം, നമ്മളെ മോഡിഫൈ ചെയ്യണം, നമ്മളെ റീസ്ട്രക്ചർ ചെയ്യണം, നമ്മളെ റീഡിസൈൻ ചെയ്യണം. പണിയുണ്ട്. വെറുതെ ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒരു പൊട്ടും പൊടിയും അടയാളവും ഇവിടെ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം കൊണ്ട് 10 പേർക്ക് അവർ നമ്മളെ ഓർത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു അടയാളം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലെങ്കിലും നമ്മളെ പുതുക്കി പണിഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്ക് നമ്മളെക്കുറിച്ച് അഭിമാനം തോന്നണം, നമ്മൾ നമ്മളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കണം. പല സ്ത്രീകളും, ബഹുഭൂരിപക്ഷം സ്ത്രീകളും അവരെ മറന്നിട്ടുള്ള ഒരു ജീവിതമാണ്. അവരെക്കുറിച്ച് അവർക്ക് ഓർക്കാൻ സമയമില്ല. വളരെ ചെറിയ ശതമാനം മാത്രമാണ് സ്ത്രീകൾ അവരെക്കുറിച്ച് ഓർക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ പരാജയങ്ങളാണ്. ഈ പരാജയങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്കെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അതിനെല്ലാം കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ്. നിങ്ങൾക്ക് ചുറ്റും കാണുന്നവരോട്, നിങ്ങളുടെ സമൂഹത്തിൽ കാണുന്നവരോട് നിങ്ങൾക്ക് പറയാനാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പെണ്ണൊരുത്തി ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വിളിക്കാൻ പറ്റില്ലെന്നാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്നാണ്. നിങ്ങൾ ഒരുമ്പെട്ടവരായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ഇടമുള്ളവർ, തൻ്റെ ഇടത്തിന് താൻ തോന്നി തരമെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. താൻ തോന്നികളായി മാറട്ടെ. നിങ്ങൾ തനിക്ക് തോന്നുന്നത് പോലെ ചെയ്യുന്നവരായി മാറട്ടെ. അതിലൂടെ തൻ്റെ ഇടം കണ്ടെത്തി ആനന്ദ തുന്തിലരായി ജീവിക്കാൻ ശേഷിച്ച ജീവിതത്തിൽ നിങ്ങൾക്കും കഴിയട്ടെ. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക്, നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസിനെ നിങ്ങൾ 10 തവണ ചിന്തിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കണം. ആ റെസ്ട്രിക്ഷൻ ശാസ്ത്രീയമാണോ, കാലികമാണോ? നോ പറയുന്നതിന് മുമ്പ് 100 തവണ ആലോചിക്കണം. യെസ് പറയുന്നതിന് മുമ്പ് ഒരു 75% ആലോചിക്കണം. രണ്ടും ചിന്തിക്കണം. കാരണം ഇതിൽ രണ്ടിലും അപ്പും ഡൗണും ഉണ്ട്, ഇത് രണ്ടിലും കുന്നും കുഴിയുമുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും എടുത്ത വായിക്ക് പറയാതിരിക്കുക. എല്ലാത്തിനെക്കുറിച്ചും ഒരു ഹോംവർക്ക് ചെയ്യുക. തലച്ചോറിൽ ധാരാളം സ്ഥലമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എത്ര സ്റ്റോർ ചെയ്താലും തീരാത്തത്ര ഇടമുണ്ട് നമ്മുടെ തലച്ചോറിൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ശാസ്ത്രീയമായി നമ്മൾ ആർജിച്ച വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഞാൻ അടിവരയിടുകയാണ്. നേടിയ ജ്ഞാനത്തെ സ്വന്തം ലൈഫിലും സ്വന്തം ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ഉപയോഗിക്കാൻ കരുത്തുള്ളവരായി നിങ്ങൾ മാറട്ടെ. അതുവഴി നിങ്ങളുടെ ലീഡർ ആവട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മോഡലുകളായി മാറട്ടെ. കുടുംബത്തിന് ഐശ്വര്യവും വിളക്കുമൊന്നുമല്ല, നേതൃത്വപരമായ ഒരു ലീഡറായി മാറട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. എല്ലാവർക്കും സർവ്വവിധ മംഗളങ്ങളും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.